ഇന്ന് നോക്കാൻ പോകുന്ന എന്താണ് ജുനിപ്പറിലെ റീപ്ലേസ് കമാൻഡ് എന്നാണ്. ഓക്കെ, ഫസ്റ്റ് തന്നെ ലോഗിൻ ചെയ്യാം. റൂട്ട് CLI എഡിറ്റ്. ഇപ്പോൾ റീപ്ലേസ് കമാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വാല്യൂവിനെ ക്വിക്ക്ലി റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കമാൻഡാണ് റീപ്ലേസ് കമാൻഡ്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. ഇപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ ഒരു ഇൻ്റർഫേസിന് IP കൊടുക്കുന്നുണ്ട്. സെറ്റ് ഇൻ്റർഫേസ് IRB യൂണിറ്റ് 0 ഫാമിലി inet address 10.10.10.10/24. ഇത് ഞാനിപ്പോൾ ഈ IRB ഇൻ്റർഫേസിന് കൊടുത്തൊരു IP ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കമ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കമ്മിറ്റ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഈ IRB ഇൻ്റർഫേസിൻ്റെ IP ഒന്ന് ചെക്ക് ചെയ്യാം. ഷോ ഇൻ്റർഫേസ് IRB. ഇവിടെ നോക്കിയാൽ കാണാം ഈ IRB ഇൻ്റർഫേസിലുള്ള IP ആണ് 10.10.10.10. ഓക്കെ, ഇനി നമുക്ക് ഈ IPനെ റീപ്ലേസ് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഈ റീപ്ലേസ് കമാൻഡ്. ഇപ്പോൾ ഒരു സിംഗിൾ കോൺഫിഗറേഷൻ തന്നെ പല സ്ഥലങ്ങളിലായിട്ട് ഈ ഒരു സെയിം IP ഉണ്ടാവും. ഇപ്പോൾ ഓരോ കോൺഫിഗറേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് പല സ്ഥലങ്ങളിലായിട്ട്, ഇപ്പോൾ ചിലപ്പോൾ ഒരു 10 സ്ഥലത്തുണ്ടാവും, ചിലപ്പോൾ അത് കൂടുതൽ സ്ഥലത്ത് ഈ ഒരു സെയിം IP നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിനെ എല്ലാം ഒറ്റ ക്വിക്ക്ലി റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ റീപ്ലേസ് കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഈ റീപ്ലേസ് കമാൻഡ് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയ IP, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇതുപോലെ ചേഞ്ച് ചെയ്യേണ്ട IP, ചിലപ്പോൾ നമുക്ക് ഈ എൻ്റെ ഒരു IP തന്നെ ചേഞ്ച് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഇതിൻ്റെ ഒരു സബ്നെറ്റ് മാസ്ക് മാത്രം ചേഞ്ച് ചെയ്താൽ മതിയാവും. അങ്ങനെയുള്ള കേസിലെല്ലാം നമുക്ക് ഈ റീപ്ലേസ് കമാൻഡ് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ IPനെ ഒന്ന് റീപ്ലേസ് ചെയ്യാം വേറൊരു IP വെച്ചിട്ട്. ഓക്കെ, ഞാൻ ആ റീപ്ലേസ് ചെയ്യാനുള്ള കമാൻഡാണ് റീപ്ലേസ് പാറ്റേൺ 10.10.10/24. ഓക്കെ, അപ്പോൾ ഈ IP ആണ് നമുക്ക് മാറ്റേണ്ടത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ആ IP കൊടുക്കുന്നുണ്ട്, അതായത് റീപ്ലേസ് പാറ്റേൺ. അപ്പോൾ നമുക്ക് മാറ്റുന്ന IP യോടെ കൊടുത്ത് ഇനി ഏത് IPനോടാണോ ചേഞ്ച് ചെയ്യുന്നത്, അപ്പോൾ റീപ്ലേസ് പാറ്റേൺ വിത്ത്. ഓക്കെ, അപ്പോൾ ഇനി ചേഞ്ച് ചെയ്യപ്പെടേണ്ട IP, അതായത് ഏത് IP ആണോ ചേഞ്ചായി മാറേണ്ടത് അത്. അപ്പോൾ അതിന് ഞാനിവിടെ 168.100.100 ഇങ്ങനൊരു IP ഞാൻ കൊടുത്ത്. ഓക്കെ, 24 സബ്നെറ്റ് മാസ്ക് 24 കൊടുത്ത്. ഇപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോണത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു IP ചേഞ്ച് ആവും. ഈ ഒരു IP ചേഞ്ചായിട്ട് ഈ ഒരു IP ആയി മാറും. ഓക്കെ, അതാണ് ഇപ്പോൾ ഇവിടെ ഇനി അടുത്ത കമ്മിറ്റോട് കൂടി നടക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ നെറ്റ്വർക്കിലാണെങ്കിലും ഇപ്പോൾ നമ്മൾ ഈ ഒരു കമാൻഡ് എൻ്റർ ചെയ്യുന്നതോടുകൂടി എൻ്റർ ചെയ്യുന്നത് ഒരിക്കലും ആക്റ്റീവ് കോൺഫിഗറേഷനിലല്ല, കാൻഡിഡേറ്റ് കോൺഫിഗറേഷനിലാണ്. അതായത് ഒരു കോപ്പി എപ്പോഴും എടുത്തു വെക്കും. ആ കോപ്പിയിലാണ് നമ്മൾ ഈ എഡിറ്റ് ചെയ്യുന്നത്. എപ്പോഴാണോ നമ്മൾ കമ്മിറ്റ് കൊടുക്കുന്നത് അപ്പം മാത്രമേ ഈ കോൺഫിഗറേഷൻ ആക്റ്റീവായി മാറുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എൻ്റർ കൊടുത്ത്. ഓക്കെ, ഇനി ഞാനിവിടെ ഒരു ഷോ പൈപ്പ് കമ്പയർ ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം ഒരു പ്ലസ് സിമ്പിൾ ഇവിടെ കാണാൻ പറ്റും. ഈ പ്ലസ് സിമ്പിളിൻ്റെ കൂടെ തന്നെ അഡ്രസ് 192.168.100.100/24 എന്ന് കാണാൻ പറ്റും. ഓക്കെ, അതായത് ഈ പ്ലസ് സിമ്പിൾ എന്ന് വെച്ചാൽ ഇത് കാൻഡിഡേറ്റ് കോൺഫിഗറേഷനാണ്. ഇത് അടുത്ത കമ്മിറ്റോട് കൂടിയേ ആക്റ്റീവ് ആവുള്ളൂ. അതാണ് ഈ പ്ലസ് സിമ്പിൾ മീൻ ചെയ്യുന്നത്. തൊട്ടടിയിൽ തന്നെ കാണാം ഒരു മൈനസ് സിമ്പിൾ, അതുപോലെ അഡ്രസ് 10.10.10.10/24. അതായത് അടുത്ത കമ്മിറ്റിൽ ഡിലീറ്റ് ആവാനുള്ള റിമൂവ് ആവാനുള്ള IP ആണിത്. അതായത് നമ്മൾ ഈ
ചേഞ്ച് ചെയ്ത IP ആണ് ഈ കാണിക്കുന്നത്. ഓക്കെ, അത് റിമൂവ് ആവും. പകരം ആ IP നമ്മൾ എവിടെയെല്ലാം കൊടുത്തിട്ടുണ്ടോ അവിടെയൊക്കെ ഈ ഒരു IP ആയി മാറും. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു കമ്മിറ്റ് കൊടുക്കുന്നുണ്ട്. കമ്മിറ്റ്. ഓക്കെ, കമ്മിറ്റ് കൊടുത്തതിന് ശേഷം ഈ സെയിം കമാൻഡ് നമുക്ക് ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. ഓക്കെ, കമ്മിറ്റ് കംപ്ലീറ്റ് ആയി. ഇനി സെയിം കമാൻഡ് ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഒന്നും ലിസ്റ്റ് ചെയ്തില്ല. കാരണം എന്താ വെച്ചാൽ കാൻഡിഡേറ്റ് കോൺഫിഗറേഷനിൽ ഒന്നും നിൽക്കുന്നില്ല, എല്ലാം ആക്റ്റീവ് കോൺഫിഗറേഷനിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇനി ഇവിടെ ഷോ ഇൻ്റർഫേസ് IRB. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം IRB ഇൻ്റർഫേസിൻ്റെ ഇപ്പോൾ ഉള്ള IP. മുന്നേ നമ്മളെ IRB ഇൻ്റർഫേസിൻ്റെ IP എന്തായിരുന്നെന്ന് വെച്ചാൽ ഈ 10.10.10.10/24 ആയിരുന്നു. അത് ചേഞ്ചായി റീപ്ലേസ് ആയി ഇപ്പോൾ പുതിയ IP ആയി മാറി. ഓക്കെ, ഇനി ഈ റീപ്ലേസ് കമാൻഡ് വെച്ചിട്ട് തന്നെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ IP മാത്രമല്ല, നമുക്ക് ഏതെങ്കിലും ഒരു പോർഷൻ വേണമെങ്കിൽ അത് മാറ്റാം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാം, അതുപോലെ സബ്നെറ്റ് മാസ്ക് മാത്രം മാറ്റാം. അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ ഒരു IPയിൽ തന്നെ ജസ്റ്റ് ഒരു പോർഷൻ ചേഞ്ച് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റീപ്ലേസ് പാറ്റേൺ. ഓക്കെ, ഇനി നമുക്ക് ഈ പാറ്റേൺ ആണ് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ 192.168.100/24. ഓക്കെ, ഇനി ഏതാണോ ചേഞ്ച് ചെയ്യപ്പെടേണ്ട IP, അപ്പോൾ പാറ്റേൺ വിത്ത്. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ 192.168. ഒരു 100ന് പകരം ഞാൻ ഇവിടെ 200 കൊടുത്തു. 200.100/24. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ആവുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഇവിടെ ഇപ്പം നടക്കാൻ പോകുന്നത് ഈ ഒരു പോർഷൻ മാത്രം ചേഞ്ച് ആവും. ഇവിടെ 100 എന്നുള്ളത് മാറിയിട്ട് ഇവിടെ 200 ആയി മാറും അടുത്ത കമ്മിറ്റോട് കൂടി. ഓക്കെ, അതാണ് ഇപ്പോൾ ഇനി ആവാൻ പോകുന്നത്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക. ഞാനിവിടെ ഒരു കമ്മിറ്റ് കൊടുക്കുന്നുണ്ട്. അതിന് മുന്നായിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഷോ പൈപ്പ് കമ്പയർ. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം അടുത്ത കമ്മിറ്റോട് കൂടി ഈ ഒരു IP ആണ് ആക്റ്റീവ് ആവുക. അതായത് നമ്മൾ ഈ ഒരു ഒറ്റ പോർഷൻ മാത്രമേ ചേഞ്ച് ആയിട്ടുള്ളൂ. ഈ മുന്നേ ഉണ്ടായിരുന്ന IP ഡിലീറ്റ് ആയി പോകും. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിളൂടെ നോക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒന്ന് സേവ് ചെയ്യുന്നുണ്ട്. കമ്മിറ്റ്. ഓക്കെ, സേവ് ആയിട്ടുണ്ട്. ഇനി ഒരു എക്സാമ്പിളൂടെ കാണിച്ചു തരാം. റീപ്ലേസ് പാറ്റേൺ. നമുക്ക് ഈ ഒരു IP ആണ് ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത്, അതിനെയാണ് ചേഞ്ച് ചെയ്തത്. 192.168.200.100/24 വിത്ത് 192.168.200.100/ ഈ ഒരു 24നെ മാറ്റിയിട്ട് നമുക്കൊരു 16 കൊടുക്കാം. 16. ഓക്കെ, ഇനി ഇവിടെ ഒന്ന് ഷോ പൈപ്പ് കമ്പയർ അടിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നോക്കിയാൽ കാണാം അടുത്ത കമ്മിറ്റോടുകൂടി ആക്റ്റീവ് ആകാൻ പോകുന്ന കോൺഫിഗറേഷൻ ഇതാണ്. ഡിലീറ്റ് ആകാൻ പോകുന്നത് തൊട്ട് മുന്നേ നമ്മൾ ഉണ്ടായിരുന്ന IP ആണ്. ഓക്കെ, ഇതിൽ ചേഞ്ച് എന്താ നോക്കിയാൽ കാണാം ഈ ഒരു സബ്നെറ്റ് മാസ്ക് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് റീപ്ലേസ് കമാൻഡ് കൊണ്ടുള്ള യൂസ് എന്ന് പറഞ്ഞാൽ, അതായത് നമുക്ക് ഒരു പാറ്റേണിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരു പാറ്റേൺ വെച്ചിട്ട് നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന പാറ്റേണിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ചിലപ്പോൾ നമുക്ക് മിസ്റ്റേക്ക് പറ്റി എഡിറ്റ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ എൻ്റെ ഒരു കോൺഫിഗറേഷനിൽ ഇപ്പോൾ പുതിയൊരു IP കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നതാവാം, അങ്ങനെ എന്തോ ആവാം. അപ്പോൾ ഇതാണ് റീപ്ലേസ് കമാൻഡ് കൊണ്ടുള്ള യൂസ്. ഓക്കെ.